അതേപോലെ 2 മിനിറ്റ് കൊണ്ട് എണ്ണങ്ങൾ കൂടുതലാണ് ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട മാന്യരെ, നമ്മൾ ഈ വർഷം 2025 തീരുന്ന സമയമാണ്. ഈ 2025 തീരുമ്പോൾ 2006 സമയത്ത് നമ്മൾ ദിവ്യാംഗരായ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ നല്ല എല്ലാ വ്യക്തികൾക്കും നല്ല ഐശ്വര്യവും സാമ്പത്തികപരമായാലും ആരോഗ്യപരമായാലും നല്ല ഒരു വർഷം വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വർഷങ്ങളായി 25 വർഷം കൊണ്ട് ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ ഒരു ആഘോഷമായി ഈ ക്രിസ്മസ് പുതുവർഷ ആഘോഷം നമ്മൾ നടത്തുകയാണ്. ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി അതേപോലെ കേരളത്തിലെ 14 ജില്ലകളിലും നമ്മളിങ്ങനെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇന്നേ ദിവസം. അപ്പോൾ കേരളത്തിൽ 14 ജില്ലകളിലും നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇവിടെ ആണ് ഞാൻ സെൻട്രലായി അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. മറ്റുള്ള ചുമതലകൾ വഹിക്കുന്ന ആൾക്കാർ മറ്റുള്ള ജില്ലകളിൽ ശ്രദ്ധിക്കുകയും അതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, നമ്മൾ പല പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരായ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി ക്ഷേമ പെൻഷൻ മാത്രം നോക്കിയിരുന്ന ജീവിതമാർഗം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സ്വന്തമായ ഒരു തൊഴിൽ സംവിധാനം ആരംഭിക്കുമ്പോൾ ആ തൊഴിലിന്റെ പ്രവർത്തനം നയിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു പ്രവർത്തന മേഖലയിൽ നമുക്കൊരു സ്വയം വരുമാനം കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടാവും. എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ സംവിധാനം ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞ മീറ്റിംഗ് അല്ലെങ്കിൽ കഴിഞ്ഞ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ 4-5 വർഷം കൊണ്ട് ഇങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 2026 ആകുമ്പോൾ നമുക്കൊരു സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങാനുള്ള സംവിധാനം ആസൂത്രണം നമ്മൾ നടത്തി തുടങ്ങി. അപ്പൊ അതിന് തുടക്കപരമായി നമ്മൾ മലയഗിരി ഒരു സെന്റർ കേന്ദ്രീകരിച്ച് പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തൊഴിൽ കേന്ദ്രം നമ്മൾ തുടങ്ങാൻ വേണ്ടി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് കഴിവായിട്ട് നമുക്ക് അവിടെ ഒരു മരത്തിന് തടസ്സമായി നിന്നുകൊണ്ട് ആ മരം മുറിച്ചു മാറ്റാൻ വേണ്ടി ചൊവ്വാഴ്ച ആരംഭിക്കുക. ചൊവ്വാഴ്ച വ്യാഴാഴ്ച ആകുമ്പോൾ നമ്മളതിനെ ഇരിക്കാൻ സൗകര്യം അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്ത് നമുക്കൊരു 10-50ഓളം ആൾക്കാർക്ക് ഇരിക്കാൻ കേൾക്കുന്ന സൗകര്യം ഒരു 12 ഇടാൻ വേണ്ടി സൗകര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സംവിധാനം അതിന് ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. കൂടാതെ നമുക്കിനി അത്യാവശ്യമായി വേണ്ടത് നമുക്ക് ഈ 10-100ഓളം കസേരകൾ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിൽ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു കോൺഷ്യസ് സംവിധാനത്തിനെ നമുക്ക് ചെയ്യുമ്പോൾ കുറെ വിപുലമായ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭിന്നശേഷിക്കാരായ ആൾക്കാർക്കും സമാജത്തിൽ മറ്റുള്ള ആൾക്കാരെ പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് സമൂഹത്തിൽ ചെയ്തു കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് ഈ തൊഴിൽ മേഖല. അപ്പോൾ സർക്കാരിൽ നിന്ന് കേന്ദ്ര സർക്കാരിൽ തരുന്ന ആനുകൂല്യ പദ്ധതിക്ക് ചില പരിമിതികളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും വൈകല്യം സംഭവിച്ചതുകൊണ്ട് കിട്ടിയിരിക്കാതെ ഇങ്ങനെയുള്ള സമാജത്തിലുള്ള പല പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന തൊഴിൽ മേഖല കണ്ടെത്തിക്കൊണ്ട് തുടങ്ങാനുള്ള ഒരു ആരംഭഭാഗം എന്ന് കണ്ടുകൊണ്ട് നമുക്ക് 2026 അപ്പോൾ